എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ കോളേജ് ജോയിനിങ്, അതുപോലെ തന്നെ കോളേജിൽ പ്രവേശനം നേടുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസം 23, 25 തീയതികൾ. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാം, പെർമനൻറ്റ് അഡ്മിഷൻ ആണോ, ടെമ്പററി ഉണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് വായിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ച് തരുന്നതായിരിക്കും. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ജൂലൈ 23, 25 തീയതികളിലാണ് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് വായിക്കാം. അതിലൊന്നാമത്തെ നിർദ്ദേശമാണ് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓൺലൈനായി ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് പ്രധാനമായും അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞത്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ ഇതിനു മുൻപ് നടന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്കും പ്രൊഫൈൽ, ഇപ്പം നിങ്ങൾക്ക് പുതിയൊരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ജൂലൈ 23, 25 തീയതികളിലാണ് അഡ്മിഷൻ. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ ആവശ്യമായ രേഖകളും ഒറിജിനൽ സഹിതം കോളേജിൽ ഹാജരായി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജൂലൈ 23, 25 തീയതികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ ആവശ്യമായ രേഖകളും ഒറിജിനൽ സഹിതം കോളേജിൽ ഹാജരായി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അഡ്മിഷൻ തീയതിക്ക് മുമ്പായി അതാത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടണം. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ കോളേജിൽ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ കോളേജ് പ്രിൻസിപ്പളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. നിലവിൽ അഡ്മിഷൻ ഉള്ളവർ ഇപ്പോൾ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് അഡ്മിഷൻ ഒഴികെ, സ്പോർട്സ് കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും ഒഴികെ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുമ്പ് എടുത്ത അഡ്മിഷൻ തുടരാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ മുൻപ് അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അല്ല, മെറിറ്റ് കോട്ടയിൽ മുൻപൊരു അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ പുതിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറേണ്ടതാണ്. അതും നിർബന്ധമായും അഡ്മിഷൻ മാറേണ്ടതാണ്. പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുൻപെടുത്ത അഡ്മിഷനിൽ തുടരാൻ സാധിക്കില്ല. നിങ്ങൾ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ലഭിച്ചാൽ മുമ്പുണ്ടായിരുന്ന കോളേജിൽ തുടരാൻ സാധിക്കുന്നത് അല്ല. നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെയും മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് ഒടുക്കാത്ത അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകരും ഫീസ് അടച്ച് കോളേജിൽ ടെമ്പററി പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷന് ശേഷം പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായ വിദ്യാർത്ഥികളും പുതിയ ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല.
അതായത് നിങ്ങളിപ്പോൾ എന്താണ് ഇപ്പം ഉദാഹരണം പറയുന്നത്, നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാകാം, അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീസ് കൊടുക്കാതെ സീറ്റ് നഷ്ടമായി പോയവരാകാം, അപേക്ഷിച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാത്തവരുണ്ടാകാം, ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായി പോയവരെയൊന്നും പുതിയ ഓപ്ഷനുകൾ നൽകാതിരുന്നവരെ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല. ജൂലൈ 25 മുമ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആകുന്നതാണ്. ജൂലൈ മാസം 25 നിങ്ങൾ എന്ത് ചെയ്യണം? ജൂലൈ മാസം 25 വൈകുന്നേരം 5 മണിക്കകം കോളേജിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജൂലൈ മാസം 25 വൈകുന്നേരം 5 മണിക്കകം കോളേജിൽ പ്രവേശനം നേടിയില്ലെങ്കിൽ കിട്ടിയ സീറ്റ് നഷ്ടമാകുന്നതാണ്. താൽക്കാലിക ടെമ്പററി അഡ്മിഷൻ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ ലഭ്യമല്ല. പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജിൽ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. ഈ ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും അസൽ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്കിവിടെ ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പെർമനൻ്റ് അഡ്മിഷനേ ഉള്ളൂ. നിങ്ങൾ ആ പെർമനൻ്റ് അഡ്മിഷൻ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ തുടർന്ന് വരുന്ന രണ്ടാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അപ്പോൾ ചില വിദ്യാർത്ഥി ഉണ്ടാവും, ഇപ്പം ഈ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ കിട്ടി, അതെടുക്കാതിരുന്നാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനിയിപ്പം വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ ഓക്കെ, നമുക്ക് ആ പേജ് പോയായിരുന്നു, അതായിരുന്നു നമുക്ക് തെറ്റിപ്പോയത്. പേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രസ്തുത ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയും സീറ്റ് ലഭിക്കുന്ന പക്ഷം ഈ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് നഷ്ടമാകുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന ഓപ്ഷൻ നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജും കോഴ്സും കിട്ടി. നിങ്ങൾക്ക് ആ കോളേജും കോഴ്സും ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം എന്ത് പറ്റും? ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴുണ്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കിട്ടുന്നതല്ല, നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് മാറേണ്ടി വരും. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ID നിർബന്ധമായും ഉണ്ടാക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായി www.abc.go.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അബാർ ID ഉണ്ടാക്കേണ്ട ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ കണ്ടാൽ മതിയാകും. വിശദവിവരങ്ങൾ admission.keralauniversity.ac.in/FIUGP2025 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക്. ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് 82 81 88 30 52 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ലൈനായിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതുമേ കാണുന്നവരെ നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. ടേക്ക് ഫോർ വാച്ചിങ്. ബൈ.